അസ്സലാമലൈക്കും, നമസ്കാരം. CNS മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 10 സെൻറ്റ് സ്ഥലത്തെ 1800 സ്ക്വയർ ഫീറ്റിൽ വരുന്ന നിങ്ങൾ ഈ കാണുന്ന നല്ലൊരു കിഡിലൻ വീട്, പുതിയൊരു അടിപൊളി വീട്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. ചുറ്റുഭാഗവും കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിട്ടുണ്ട്. വീടിൻ്റെ ഇൻറ്റീരിയൽ അതുപോലെ തന്നെ എക്സ്റ്റീരിയലൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ ഉൾഭാഗങ്ങളൊക്കെ കാണേണ്ട കാഴ്ച തന്നെ. ഏകദേശം 98% വർക്ക് തീർന്നിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ ഫിനിഷിംഗ് വർക്കുകൾ പെൻഡിങ്ങേ ഉള്ളൂ. നേരെ ഫ്രണ്ടിൽ കൂടെ ടാറിട്ട റോഡാണ്. വെള്ളത്തിനായിട്ട് സാധാരണ നാടൻ കിണറാണുള്ളത്. വെള്ളം വറ്റാത്ത നല്ലൊരു സൂപ്പർ കിണറുണ്ട്. മലപ്പുറം ജില്ലയിലായിട്ട് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷന്, ഇതിന് എത്രയാണ് വില പറയുന്നത്, ഇതെല്ലാം നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ വീഡിയോയിൽ കൂടെ പറയുന്നുണ്ട്. ന്യായമായ റേറ്റേ ചോദിക്കുന്നുള്ളൂ. ഇതിപ്പോൾ അവർക്ക് വീട് നിർമ്മിക്കാൻ ഒരുപാട് പൈസ ചിലവായാണ്. പക്ഷേ അതൊന്നുമില്ല, അർജൻറ്റ് വിൽപ്പനയാണ്. ഒരു ന്യായമായിട്ടുള്ള റീസണബിൾ റേറ്റാണ്. തീർച്ചയായിട്ടും വാങ്ങുന്നവർക്ക് നല്ല ലാഭം തന്നെയാണ്. 10 സെൻറ്റ് സ്ഥലമുണ്ട്, വഴി സൗകര്യമുണ്ട്, നല്ല കിണറുണ്ട്. കണ്ടോ ഈ ഓരോ ഭാഗങ്ങളും ഇവിടെയൊക്കെ നല്ല രീതിയിലുള്ള ജാളി കട്ടിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി സിറ്റ് ഔട്ടിൻ്റെ ഈ വരാന്തയിൽ ഇവിടെ ഉണ്ടോ സെൻട്രലിൽ ഒരു ഹോൾ വരുന്നത്. ഇവിടെ നാച്ചുറൽ പോട്ട്, ഒരു നല്ല ചെടി വെക്കാനുള്ള പാകത്തിലാണ് അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അവിടെ കുറച്ചും കൂടെ വർക്ക് പെൻഡിങ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ചുമര് ഇവിടെ പ്ലെയിൻ ആക്കിയിട്ടാണ്. ഇവിടെ നമ്മൾക്ക് ഇനി ടെക്സ്ചർ വർക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ അതല്ല വേറെ എന്തെങ്കിലും ഐഡിയക്കനുസരിച്ച് പെയിൻറ്റിങ്ങോ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. കാർ പോർച്ചിൽ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് കടപ്പയാണ്, നാച്ചുറൽ കടപ്പ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു നല്ലൊരു ഡിസൈനായിട്ടുള്ളതുണ്ട്. നല്ലൊരു വ്യൂ കിട്ടുന്ന രീതിയിൽ നല്ലൊരു അടിപൊളിയായിട്ട് തന്നെ ഇവിടെ സിറ്റ് ഔട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു എൽ ഷേപ്പിലാണ് സിറ്റ് ഔട്ട്. സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് വലിയ സ്ലാബ് രീതിയിലുള്ള ഗ്രാനൈറ്റാണ്. ഫ്രണ്ട് ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള മുറ്റുണ്ട് കേട്ടോ. ഈ സിറ്റ് ഔട്ടിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് കിണറിൻ്റെ സ്ഥാനം വരുന്നത്. അപ്പോൾ 3-4 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല ലാവിഷായിട്ടുള്ള മുറ്റം ഫ്രണ്ട് ഭാഗത്തുണ്ട്. ഇനി വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി ഇതാണ് മെയിൻ ഡോർ വരുന്നത്. മെയിൻ ഡോർ ഡബിൾ ഡോർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ ഹൈലൈറ്റ്, വീട്ടിൽ ഒരുപാട് മരത്തിൻ്റെ വർക്കുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഫുള്ളായിട്ട് തേക്ക് അതുപോലെ തന്നെ വീട്ടി, കരിവാക, ഇങ്ങനെ 3 മരങ്ങൾ വെച്ചിട്ടാണ് വീട് ഫുള്ളായിട്ട് ഒരുപാട് പാനൽ വർക്കുകൾ, മെയിൻ ഡോറ്, അതുപോലെ തന്നെ ഇവിടെയുള്ള ഫർണിച്ചറാട്ടോ വീട് ഫുള്ളായിട്ട് കട്ടില, അലമാര ഇതെല്ലാം വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗത്തുണ്ട്, അതൊക്കെ ഫുള്ള് പാനലിംഗ് ആണ്. കരിവാക എന്ന് പറയുന്ന മരത്തിൻ്റെ കാതിൽ വെച്ചിട്ടാണ് ഇത് ഫുള്ള് പാനലിങ്. ഇത് ഫസ്റ്റ് കയറി വരുന്ന ചെറിയൊരു ലിവിങ് സ്പേസാണിത്. ഹാളിൽ, കിച്ചണിൽ, അതുപോലെ തന്നെ ഇത് കണ്ടോ മെയിൻ ഡോർ, ഇത് ഫുള്ള് തേക്കാണ്. ഇതിൻ്റെയൊക്കെ തിക്നെസ് ഉണ്ടെങ്കിൽ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് വിൽപ്പനക്കായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു വീടല്ല. ഇത് അവർ ചില സാങ്കേതിക കാരണങ്ങളാൽ പെട്ടെന്ന് കൊടുക്കേണ്ടി വരികയാണ്, അർജൻറ്റ് സെയിലാണ്. പക്ഷേ ചെയ്തിട്ടുള്ള വർക്കുകൾ മുഴുവനായിട്ട് നല്ല അടിപൊളി തന്നെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടോ സ്റ്റെയറിൻ്റെ അടിഭാഗത്ത് ഇവിടെയൊക്കെ സ്റ്റോറേജിന്, അതൊക്കെ ഫുള്ള് നല്ല വുഡ് വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത, ഫ്ലോറിങ് അതുപോലെ തന്നെ ചുമര് 8 അടി ഹൈറ്റ് ഫുള്ളായിട്ട് ഇതുപോലുള്ള ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ചുമരിലും ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ഫ്ലോറിങ്ങിൻ്റെ അതേ സെയിം ഡിസൈനിൽ മുകൾ ഭാഗത്ത് ടൈൽ കയറ്റിയിട്ടുണ്ട്. അത് അപ്പോക്സി വർക്കൊക്കെ ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് സ്പേസറൊക്കെ ഒട്ടിച്ചിട്ടുള്ളതാണ്. അവിടെ ലിവിങ് ഏരിയ. ഇനി വലിയൊരു ഹാളൊക്കെ റൂമുകളൊക്കെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ റൂമുകൾ തന്നെയാണ്. ഇതുണ്ട് നല്ല പ്യുവർ വൈറ്റ് ഡിസൈനിലുള്ള ടൈലാണ്. 4x2 സൈസിലുള്ള ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഈ ഹാളിൽ ഇവിടെ മുകൾ ഭാഗത്ത് ഇവിടെയൊക്കെ ഉണ്ടോ, ഇവിടെയൊക്കെ പാനലിങ്, കരിവാക മരം വെച്ചിട്ടാണ് മുകൾ ഭാഗത്തൊക്കെ ഫുള്ള് പാനലിങ് ചെയ്തിട്ടുള്ളത്. ഡോറുകളൊക്കെ ഫുള്ള് തേക്ക് ഉണ്ടോ. ഹാളിലൊക്കെ ഇവിടെ ഫുള്ളായിട്ട് ചുറ്റുഭാഗവും ഇവിടെ ഫുള്ളായിട്ട് പാനലിങ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വുഡാട്ടോ, ഫുള്ളായിട്ട് വുഡിലാണ് റൂം ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളത്. 8 അടി ഹൈറ്റിൽ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ചുമരിൽ നല്ല രീതിയിലുള്ള ഷോക്കേസ്, നല്ല വാം ലൈറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഇത് കണ്ടോ ഹാങ്ങിങ് ലൈറ്റ്സ്, ഇവിടെ ഹാങ്ങിങ് ലൈറ്റ്സ്, ചുമരിലൊക്കെ നല്ല ഫാൻസി ലൈറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. 2 BLDC ഫാനാണ് ഇവിടെ ഹാളിൽ കൊടുത്തിട്ടുള്ളത്. ബെഡ്റൂമുകളിലൊക്കെ ഫാനൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇത് ഫർണിച്ചറാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഇത് കണ്ടോ ഇവിടെ 2 ഡൈനിങ് ടേബിളുണ്ട്. ഇവിടെ തേക്ക് വീട്ടി മരങ്ങൾ വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇവിടെ 2 ബെഞ്ചാണ്. അതുപോലെ തന്നെ ഹാളിൻ്റെ ഇവിടെ നല്ലൊരു സിറ്റിംഗ് ഏരിയ ഉണ്ട്. ഇതുണ്ടോ ഫുള്ളായിട്ട് ഒരു എൽ ഷേപ്പിലുള്ള നല്ലൊരു സിറ്റിംഗ് ഏരിയ, അതിൽ ഗ്രാനൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടുത്തെ വീടിൻ്റെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഡോറുകളൊക്കെ സ്ലൈഡിങ് ഡോറുകളാണ്. അത് UPVC വെച്ചിട്ട് നല്ല കോസ്റ്റ്ലി ആട്ടോ. അതൊക്കെ സാധാരണ വിൻഡോസിൻ്റെ പോലെയല്ല. ഈ വീട്ടിൽ ഇപ്പോൾ നമ്മൾക്ക് കറണ്ട് ഇല്ലെങ്കിലും നല്ല വെളിച്ചം വായും കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ആർക്കിടെക്ചറൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തുണ്ട് നല്ല രീതിയിലൊരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബോക്സ് ലുക്കിലുള്ള
നല്ലൊരു വാഷ് കൗണ്ടർ, ഇതൊക്കെ വുഡാട്ടോ. ഒരുപാട് പൈസ ചിലവാക്കിയിട്ടുണ്ട് ഈ മരത്തിൻ്റെ വർക്കുകൾക്ക്. ഇവിടെ അതേപോലെ തന്നെ ചെറിയ നല്ല രീതിയിലുള്ളൊരു ഷോക്കേസ് ഇതുണ്ടോ, ഇതൊക്കെ വുഡാണ്. ഈ കൂജ വെച്ചിട്ടുള്ളതൊക്കെ മരം കൊണ്ട് ചെയ്തിട്ടുള്ളതാണ്. ഇനി ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത്. 2 ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഇതുണ്ടോ, ഫുള്ള് ഫർണിച്ചറാണ്. വലിയൊരു കിങ് സൈസിലുള്ളൊരു കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതുണ്ടോ, മുകൾ ഭാഗത്ത് ഫാന് കൊടുത്തിട്ടുണ്ട്, ചുമരിലൊക്കെ ടൈല് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അലമാരി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും റെഡിമെയ്ഡ് അല്ല കേട്ടോ, ഇത് വീട്ടിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. വീട്ടിൻ്റെ മരത്തിൻ്റെ നല്ല കാതിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അവിടെ ഒരു ഡ്രസ്സിങ് ടേബിള്, ഇവിടെ ഒരു വീട്ടിയുടെ ഒരു ബെഞ്ച്, ചുമരിലൊക്കെ ഇതുപോലെ ടൈലൊട്ടിച്ചിട്ടുണ്ട്. റൂമൊക്കെ സ്പേഷ്യസ് ആണ്. വിൻഡോസിൻ്റെ ഈ ഭാഗത്തായിട്ട് ഇവിടെ ഉണ്ട് ഒരു സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിഭാഗത്ത് സ്റ്റോറേജ് ഉണ്ട്. അപ്പോൾ ഇനി ഇവിടെ വർക്ക് പെൻഡിങ് ഉള്ളത് നമ്മൾക്ക് കർട്ടൺ വർക്ക് പെൻഡിങ് ഉണ്ട്. ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ബാത്റൂമൊക്കെ നല്ല രീതിയിൽ തന്നെ യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണിക് ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത്. ടാപ്പുകൾ ചുടുവെള്ളത്തിന് പച്ചവെള്ളത്തിനൊക്കെ സെപ്പറേറ്റ് ടാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഉണ്ടോ ഹീറ്ററിൻ്റെ പോയിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഓപ്പോസിറ്റ് സൈഡിലായിട്ട് മറ്റൊരു ബെഡ്റൂം. ഈ ബെഡ്റൂമിലും ഇതുണ്ടാകും, വലിയ കിങ് സൈസിലുള്ള കട്ടിലുണ്ട്, അതുപോലെ തന്നെ അലമാരി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ വീണ്ടും എടുത്തു പറയുന്നതൊക്കെ വീട്ടിലാണ്. വീട്ടിൽ മരം വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാം ക്വാളിറ്റി മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ്. നിങ്ങൾക്ക് താമസിക്കാനാണെങ്കിൽ ധൈര്യമായിട്ട് എടുത്തോളൂ. എല്ലാ ഭാഗവും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സ്ട്രോങ്ങിലും നല്ല സെറ്റപ്പിലും നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് ഫുള്ള് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ബെഡ്റൂമിൻ്റെ ഒരു പ്രത്യേകത, ഇവിടെ സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, ഒരു സ്ലൈഡിങ് രീതിയിലുള്ള ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. അൾജീരിയൻ ഡോറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്, സ്ലൈഡിങ് രീതിയിലുള്ള. അപ്പോൾ ഇവിടെ നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിൽ ഒരു പറഗോള, സിറ്റ് ഔട്ടിൽ നിന്ന് പുറത്തേക്ക് കാണുന്ന രീതിയിലുള്ള ഒരു പറഗോള ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ കർട്ടൻസൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളിയായി. ഈ ബെഡ്റൂമിനോട് ചേർന്നിട്ട് ഇതുണ്ട് ഒരു സ്ലൈഡിങ് ഡോറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു ഡ്രസ്സിങ് യൂണിറ്റ്, അതിൻ്റെ അടിയിൽ സ്റ്റോറേജ് വരുന്നുണ്ട്. നല്ല വലിയ രീതിയിലുള്ളൊരു മിററൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിലെ ബാത്റൂമാണിത്. സെയിം രീതിയിലുള്ള യൂറോപ്യൻ സൈഫോണിക് ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത്. ചുടുവെള്ളത്തിന് പച്ചവെള്ളത്തിന് ഇതിനുള്ള സെപ്പറേറ്റ് പോയിന്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ചുമരൊക്കെ മുഴുവനായിട്ട് നല്ല അടിപൊളി ടൈലൊട്ടിച്ചിട്ടുണ്ട്. ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ വീട്ടിലെ കിച്ചണാണ്. കിച്ചണിൽ ഒന്നുമല്ല, ഇതിലെ സ്റ്റോറേജ് തന്നെയാണ്. ഫുള്ളായിട്ട് ഒരുപാട് കവേർഡ് വർക്കുകൾ. ഇത് കണ്ടോ, ഫുള്ളായിട്ട് ഇതൊക്കെ മരം കേട്ടോ. 2 സൈഡിലും ഒരുപാട് സ്റ്റോറേജ്. കൗണ്ടർ ടോപ്പിൽ ഫുള്ളായിട്ട് ഗ്രാനൈറ്റ്. ഇതുണ്ടോ, ചുമരിലൊക്കെ ഇതുപോലെ ഫുള്ള് ടൈലൊട്ടിച്ചിട്ടുണ്ട്. നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു കിച്ചൺ സിങ്ക് വരുന്നുണ്ട്. ഫ്രഷ് വാട്ടറിന് വേറെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇവിടെയൊക്കെ സ്റ്റോറേജ്, കൗണ്ടർ ടോപ്പിൽ ഗ്രാനൈറ്റ്. മുകൾ ഭാഗത്തുണ്ടോ, ഇതൊക്കെ ഫുള്ള് മരം കേട്ടോ. അതൊന്നും പ്ലൈവുഡോ മൾട്ടിവുഡോ ഒന്നുമല്ല, ഫുള്ള് മരം. ഫുള്ള് നല്ല അടിപൊളി മരം വെച്ചിട്ട് പോളിഷ് ചെയ്ത് അവിടെയൊക്കെ സ്റ്റോറേജാണ്. വീടിൻ്റെ ചുറ്റുഭാഗവും ഇതുണ്ടോ, കിച്ചണിൻ്റെ ചുറ്റുഭാഗം ഇതുപോലുള്ള ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സ്റ്റോറേജ്, നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കിച്ചണോട് ചേർന്നിട്ട് ഇവിടെ ഒരു വർക്ക് ഏരിയ, ഫുള്ള് ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട്. മുകൾ ഭാഗം ഡ്രസ് വർക്ക് ചെയ്ത് ഷീറ്റ് ഇട്ടിട്ടുള്ളതാണ്. ഇവിടെ നമുക്ക് ഗ്യാസ് അടുപ്പ് വെക്കാനുള്ള കണക്ഷൻ, ഇവിടെ പുകയില്ലാത്ത ആലുവ അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വാഷിംഗ് മെഷീൻ അല്ലെങ്കിൽ വാഷ് ബേസിനൊക്കെ വെക്കാനുള്ള സെറ്റപ്പ്. ഇതിനോട് ചേർന്നിട്ട് ഇവിടെ വലിയൊരു ഹാളുണ്ട്. ഇതിന് മുകൾ ഭാഗത്ത് ഷീറ്റ് നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട്. ഈ ഭാഗം നമുക്കൊരു ഡൈനിങ് ഏരിയ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കട്ടോ. നമുക്ക് വസ്ത്രങ്ങൾ കഴുകി അലക്കിടാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെയൊക്കെ ആയിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ഏരിയ ആണിത്. ഇവിടെയാണ് കിണറിൻ്റെ സ്ഥാനം വരുന്നത്. ഇനി വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റെയറിൻ്റെ ലാൻഡിങ്ങിൽ ഇതുണ്ടോ, ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടോ, ഒക്കെ ഫുള്ള് UPVC വെച്ചിട്ട് ഫുള്ള് പ്ലെയിൻ ഗ്ലാസ് ആണ് ഇട്ടിട്ടുള്ളത്. സ്റ്റെയറിന് സ്റ്റെപ്പിൻ്റെ ഭാഗം വരുന്നത് ഗ്രാനൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. മുകൾ ഭാഗത്ത് നിലവിൽ റൂമുകളൊന്നും ചെയ്തിട്ടില്ല. ഇതുണ്ടോ, ഇവിടെ ഇങ്ങനെ സിറ്റിംഗ് ഏരിയ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഒരു സിറ്റ് ഔട്ട് പോലെ മുകൾ ഭാഗത്തൊരു ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ GI കൊണ്ട് പറകോള സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് നമ്മൾക്ക് ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ടാക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. ഇതുണ്ട്, അടിഭാഗത്ത് ഇവിടെ നല്ലൊരു ഏരിയ ഉണ്ട്. ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾക്ക് ഈ സ്റ്റെയറിൻ്റെ ലാൻഡിങ്ങിൻ്റെ ഇവിടുന്ന് ഒരു ഡോറ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് നമ്മൾക്ക് നല്ലൊരു അടിപൊളി ബെഡ്റൂം ചെയ്യാം. ഇനി അത് കൂടാണ്ട് ഇവിടെ മുകൾ ഭാഗത്ത് ഇപ്പോൾ നിലവിൽ ബെഡ്റൂമുകളൊന്നും ഇല്ല കേട്ടോ. ഇവിടെയൊക്കെ 3-4 റൂമുകൾ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. ഇപ്പോൾ എന്താ, ഈ ഷീറ്റ് ഇട്ടിട്ടുള്ള അവിടെ നമ്മൾക്കൊരു ബെഡ്റൂം സെറ്റ് ചെയ്യാം. ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇവിടെ ഉണ്ട്, ഇവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്.
ഈ ഭാഗത്തായിട്ട് ഇവിടെ നമ്മൾക്കൊരു ബെഡ്റൂം ഇവിടെ അങ്ങനെ സെറ്റ് ചെയ്യുക. അതിൻ്റെ മുകൾ ഭാഗം ഇപ്പോൾ ഡ്രസ് വർക്ക് ചെയ്തിട്ട് ഷീറ്റ് ഇട്ടിട്ടുള്ളതാണ്. ആ ഷീറ്റ് നമുക്ക് മഴവെള്ളം തട്ടിക്കഴിഞ്ഞാൽ സൗണ്ട് ഉണ്ടാവാതെ അതുപോലെ തന്നെ ചൂട് കൂടുതൽ ഏൽക്കാത്ത നല്ല ലൈറ്റസ്റ്റ് മോഡലിൽ ഷീറ്റാണ് ഇട്ടിട്ടുള്ളത്. തൊട്ടടുത്ത് കണ്ടോ നല്ല ലക്ഷറി വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് വീടിൻ്റെ മുകൾ ഭാഗത്തൊരു കാഴ്ച. മുകൾ ഭാഗത്തേക്ക് ഇവിടുന്ന് സ്റ്റെയറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സ്റ്റെയർ വെച്ചിട്ട് മുകൾ ഭാഗത്തൊരു റൗണ്ട് ടേബിള് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിലൊക്കെ നല്ല സായനം സന്ധ്യയിലൊക്കെ നല്ലൊരു വ്യൂ ആയിട്ടുള്ള നല്ലൊരു ഏരിയ ആണത്. ഇവിടെ ഒരു കോമൺ ബാത്റൂം ഉണ്ട്. ഇനി വീടിൻ്റെ ചുറ്റുഭാഗം ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. 10 സെൻറ്റ് സ്ഥലമാണ് ഇത് ടോട്ടൽ ഉള്ളത്. ചുറ്റുഭാഗവും ബൗണ്ടറി കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. ഇവിടെ നല്ലൊരു പ്ലാവ് വിയറ്റ്നാം ഇയർലി പ്ലാവ് കൊടുത്തിട്ടുണ്ട്. പിൻഭാഗത്ത് ഇവിടെ ഒക്കെ കോമ്പൗണ്ട് വാൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതുണ്ട് ഇവിടെയൊക്കെ ഇതൊക്കെ സ്റ്റിക്കറാട്ടോ. ആ സ്റ്റിക്കറൊക്കെ പറിച്ചിട്ടുണ്ടെങ്കിൽ പ്ലെയിൻ ആക്കി ഇടണം. ഇവിടെ ഉണ്ട് സെപ്പറേറ്റ് ആയിട്ട് പ്ലംബിംഗ് ലൈനൊക്കെ സെപ്പറേറ്റ് വാൾവ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വേസ്റ്റ് ലൈൻ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പുറത്ത് കോമൺ ബാത്റൂം പുറത്ത് വേറെ ഉണ്ട്. ഇതാണ് കിണർ. വെള്ളം പറ്റാത്ത നല്ലൊരു കിണറാണ്. ഏത് കാലത്തും വെള്ളം ഉണ്ടാവും. കുറച്ച് ഭാഗം റിങ് ഇറക്കിയിട്ടുള്ള നല്ലൊരു അടിപൊളി നല്ലൊരു കിണർ. ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഇതാണോ, ഈ ഫ്രണ്ട് ഭാഗത്ത് ഇവിടെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ. സ്റ്റെപ്പ് വെച്ചിട്ട് ഇത് അവർ നാച്ചുറലായിട്ട് ഒരു ഗാർഡൻ ചെയ്തിട്ട് അവിടെ ഒരു ഊഞ്ഞാല് സെറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാനിങ് ആണ് അവർ. അത് വർക്ക് ഫിനിഷിംഗ് ആയിട്ട്. അപ്പോൾ 10 സെന്റ് സ്ഥലത്ത് 1808 സ്ക്വയർ ഫീറ്റിൽ വരുന്ന നിങ്ങൾ ഈ കണ്ട ടെറസ് ഇട്ട നല്ല ഭംഗിയുള്ള താമസിക്കാത്ത പുതിയ വീട്, നല്ലൊരു അടിപൊളി വീട് കേട്ടോ. ആരും കണ്ടാൽ ഇഷ്ടപ്പെട്ടു പോകുന്ന നല്ലൊരു വീട്. വഴി സൗകര്യം നേരെ ഫ്രണ്ടിൽ കൂടെ വഴി സൗകര്യം ഉണ്ട്. വെള്ളം പറ്റാത്ത കിണറുണ്ട്. ഒരുപാട് പൈസ ചിലവാക്കിയിട്ടുണ്ട്. അതായത് ഒരുപാട് വുഡൻ പാനലിങ്, ഫുള്ള് തേക്ക്, കരിവാക, മഹാഗണി ഇതൊക്കെ വെച്ചിട്ടാണ് ഫുള്ള് ചെയ്തിട്ടുള്ളത്. ഫുള്ളി ഫർണിച്ചറാണ്. നമ്മൾ ആ വീട്ടിൽ കണ്ടിട്ടില്ല കട്ടില, അലമാര, ഡൈനിങ് ടേബിള്, സോഫ, മറ്റേ ബെഞ്ചുകൾ ഇതെല്ലാം ചേർത്തിട്ടാണ് നമ്മളെ കച്ചവടം പറയുന്നത്. താമസിക്കാത്ത പുതിയ വീടാട്ടോ. 10 സെന്റ് സ്ഥലം 1800 സ്ക്വയർ ഫീറ്റിൽ വരുന്ന നിങ്ങൾ ഈ കണ്ട വീട്. വളരെ വ്യക്തമായിട്ട് നമ്മൾ വീഡിയോയിൽ കൂടെ അതിന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓരോ ഭാഗങ്ങളും നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ പേലേപ്പുറം ചെറുവട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. വണ്ടൂർ ചെറുകൂട് ആ ഭാഗത്ത് നിന്ന് ഒരു റൂട്ട് വരുന്നുണ്ട്. ആ ഭാഗത്ത് നിന്ന് ഒരു എൻട്രൻസ് വരുന്നുണ്ട്. മഞ്ചേരി കുട്ടിപ്പാറ ചാരങ്കാവ് വഴിക്ക് അതിലേയും പോവാം. അതുപോലെ തന്നെ എളങ്കൂർ ഭാഗത്ത് നിന്ന് അവിടുന്ന് ഒരു എൻട്രൻസ് വരുന്നുണ്ട്. 3-4 ഭാഗത്ത് നിന്ന് വരാം. തൊട്ടടുത്തൊക്കെ നല്ല നിരവധി ലക്ഷറി വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. വഴി സൗകര്യം ഉണ്ട്. നല്ലൊരു വൃത്തിയുള്ള, ആരും ഇഷ്ടപ്പെട്ടു പോകുന്ന നല്ലൊരു പുതിയ താമസിക്കാത്തൊരു ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള നല്ലൊരു വൃത്തിയുള്ള വീടുണ്ട്. 57 ലക്ഷം രൂപയാണ് ഇവർ ഉദ്ദേശിക്കുന്ന വില. ഇനി കച്ചവടം എന്നുള്ള രീതിയിൽ നമുക്ക് ചെറുതായിട്ടൊക്കെ നീക്കുപോക്കുകൾ ചെയ്യാം. ഇവർക്ക് അതിലേറെ പൈസ ചിലവായിരുന്നു കേട്ടോ. ഈ വീട് നിർമ്മിക്കാൻ ഒരുപാട് പൈസ ചിലവാക്കിയാണ്. പക്ഷെ അത് അർജന്റ് വിൽപ്പനയാണ്. 57 ലക്ഷം രൂപയാണ് ഇവർക്ക് ഒരു ഉദ്ദേശിക്കുന്ന വില. ഇനി കച്ചവടം എന്നുള്ള രീതിയിൽ ചെറുതായിട്ട് നീക്കുപോക്കുകളൊക്കെ ഉണ്ടാവും. വില നെഗോഷ്യബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്നത് എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. നമ്മൾ ചെറിയ രീതിയിലുള്ള കാലി സ്ഥലമൊക്കെ ആയിട്ട് ചെറിയ രീതിയിലുള്ള മാറ്റത്തിനും ഇവരെ തയ്യാറാണ്. അതുപോലെ തന്നെ ഇനി ആർക്കെങ്കിലും കുറച്ച് ലോണൊക്കെ വേണമെന്നില്ല അതും നമ്മൾക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ 57 ലക്ഷം രൂപ വില നെഗോഷ്യബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഒരുപാട് വീടുകൾ CNS മഞ്ചേരി എന്നുള്ള നമ്മളെ ഈ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വീടുകൾ നിങ്ങൾക്ക് വിൽപ്പനക്കായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ എന്തെങ്കിലും പ്രോപ്പർട്ടികൾ പെട്ടെന്ന് വിൽക്കുവാനോ വാങ്ങുവാനോ ഉണ്ടെങ്കിലും എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും 5 മണിക്ക് കാണാം. ഓക്കെ, ബൈ.